celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. ദേവാലയങ്ങൾ സ്നേഹം പകർന്നു നൽകുന്ന സേവാ കേന്ദ്രങ്ങളായി മാറണമെന്ന് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ. ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ദേവാലയം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ചർച്ച് ടെക്സസിലെ ആദ്യ 2 മലയാളി ദേവാലയങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ 1 വർഷമായി വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ നടന്നു വരികയായിരുന്നു. 1974 തങ്ങളുടെ വിശ്വാസത്തിന്റെ പാറയിൽ പണി തീർത്ത ദേവാലയത്തിന് 50 വയസ്സാകുമ്പോൾ അന്നുണ്ടായിരുന്ന പലരും ദേവാലയം വിട്ട് ദൈവത്തിങ്കിലേക്ക് പോയിരുന്നു. അവരെ തങ്ങളുടെ സ്മരണയിൽ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു എല്ലാ ആഘോഷങ്ങളും. 1974 ആദ്യ കുർബാനയോട് ആരംഭിച്ച കൂട്ടായ്മയ്ക്ക് 1976 മാർത്തോമ സീനിയർ ചർച്ച് ഓഫ് ഇന്ത്യ എന്നായിരുന്നു. 1983 ഇന്നു കാണുന്ന വലിയ പള്ളിക്ക് തറക്കല്ലിട്ടത്. 1984 പള്ളിക്ക് ട്രിനിറ്റി മാർത്തോമ ചർച്ച് എന്ന് പുനർനാമകരണം ചെയ്തു. ഓഗസ്റ്റ് 10 ശനിയാഴ്ച വൈകുന്നേരം ദേവാലയ വളപ്പിൽ നടന്ന ഘോഷയാത്രയോടെ സമാപന സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. താളമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ കുട്ടികളും കൊയർ അംഗങ്ങളും പുരോഹിതന്മാരും വിശ്വാസികളും നിരയായി നീങ്ങുന്ന മനോഹരമായ കാഴ്ചയൊരുക്കി അവർ പള്ളി ഹാളിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് പൊതുസമ്മേളനം നടന്നു. റവറൻഡ് ഡോക്ടർ ചെറിയാൻ തോമസിന്റെ പ്രാർത്ഥനയോടെ പൊതുസമ്മേളനം ആരംഭിച്ചു. തുടർന്ന് ജൂബിലി കമ്മിറ്റി കൺവീനർ ജീമോൻ റാന്നി സ്വാഗതം ആശംസിച്ചു. ട്രിനിറ്റി മാർത്തോമ ചർച്ച് വികാരി റവറൻഡ് സാം കെ ഈശോ അധ്യക്ഷ പ്രസംഗം നടത്തി. തുടർന്ന് സംസാരിച്ച ജൂബിലി ജനറൽ കൺവീനർ ഷാജൻ ജോർജ് കഴിഞ്ഞ 1 വർഷത്തെ ജൂബിലി ആഘോഷങ്ങളുടെ വിതരണം അവതരിപ്പിച്ചു. തുടർന്ന് അഭിവദ്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടന പ്രസംഗം നടത്തി. തന്റെ പ്രസംഗത്തിലുടനീളം അമേരിക്കയിലുള്ള തങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കാനും ഒപ്പം ഇന്ത്യയിലെ അശരണരായവർക്ക് സഹായമെത്തിക്കാനും ആഹ്വാനം ചെയ്തു. പള്ളികൾ സ്നേഹം കൊടുക്കുന്ന സേവാ കേന്ദ്രങ്ങളായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളികളായ നേഴ്സുമാരുടെ കാരുണ്യാർത്ഥമായ പ്രവർത്തനത്തെക്കുറിച്ചും താൻ ധാരാളം കേട്ടിട്ടുണ്ടെന്നും അവരുടെ സേവനം ഭാരതീയർക്ക് മുഴുവൻ അഭിമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു. ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജ്, പെയർലാൻഡ് മേയർ കെവിൻ കോൾ, മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ട്, സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യു, ഡിസ്ട്രിക്ട് ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ, ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് ജൂലി മാത്യു, വൈദികരായ റവറൻ സോനു വർഗീസ്, ഫാദർ ഐസക് പ്രകാശ്, റവറൻ ജീവൻ ജോൺ, റവറൻ ലാരി വർഗീസ് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. വിശ്വാസികളുടെ കൂട്ടത്തിൽ 2 പേരെ പ്രത്യേകം ആദരിക്കുന്ന ചടങ്ങായിരുന്നു അടുത്തത്. ലാലു വർഗീസിനെയും ഇടവകയിലെ ഏറ്റവും മുതിർന്ന 101 വയസ്സായ ചിന്നമ്മ തോമസിനെയും ഒപ്പം ചടങ്ങിനെത്തിയ എല്ലാ വൈദികരെയും പ്രത്യേക ഷാൾ അണിയിച്ച് ആദരിച്ചു. ഭംഗിയായും ചിട്ടയായും മധുരമനോഹര ഗാനങ്ങൾ ആലപിച്ച് കൊയർ ഗ്രൂപ്പ്. ആ സന്ധ്യയിലെ ഏറ്റവും മനോഹരവും വികാരനിർഭരവുമായ കാഴ്ചയായിരുന്നു 1974, 1984 വർഷങ്ങളിൽ അംഗങ്ങളായ 50ഓളം കുടുംബങ്ങളെ ആദരിച്ച ചടങ്ങ്. റജി ജോർജിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സുവനീർ അഭിവദ്യ എപ്പിസ്കോപ്പ ജഡ്ജ് സുരേന്ദ്രൻ പട്ടേലിന് നൽകി പ്രകാശനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജോജി ജേക്കബ് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.